നമസ്കാരം. മൈൻഡ് ബോഡി ടോണിക്കിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഡോക്ടർ സീത. ധാരാളം ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് അബോർഷൻസ് സംഭവിച്ചിട്ടുണ്ട്. ജോലി രാജിവെക്കണമോ എന്ന് ഒരു കുട്ടി ഒരു Q&A ലൈവ് സെഷനിൽ എഴുതി ചോദിച്ചിരുന്നു. ഇതിന് ഒരു ഉത്തരം അല്ലെങ്കിൽ അഭിപ്രായം തരാൻ ഞാൻ ഓപ്പൺ ഫോറത്തിൽ റിക്വസ്റ്റ് ചെയ്തിരുന്നു എല്ലാവരോടും ഒരു വീഡിയോ രൂപത്തിൽ. ഒരുപാട് പേർ അവരവരുടെ കാഴ്ചപ്പാടുകളും അഭിപ്രായങ്ങളും എല്ലാം എഴുതുവാൻ സമയം കണ്ടെത്തി. എനിക്ക് അവരോടെല്ലാം ഒരുപാട് നന്ദിയുണ്ട്. ഈ വീഡിയോയിൽ ഈ സമസ്യയെക്കുറിച്ച് എൻ്റെ അഭിപ്രായങ്ങളും എൻ്റെ കാഴ്ചപ്പാടും പറയാം. അതിനു മുമ്പ് മറ്റുള്ളവർ രേഖപ്പെടുത്തിയ പ്രധാന അഭിപ്രായങ്ങൾ ഒന്ന് ചുരുക്കി പറയട്ടെ. ഗവൺമെൻറ് ജോലിയാണെങ്കിൽ ലോങ് ലീവ് എടുത്ത് കുഞ്ഞിനു വേണ്ടി ട്രൈ ചെയ്യാം. പ്രൈവറ്റ് സ്ഥാപനത്തിലാണ് ജോലിയെങ്കിൽ അത്യാവശ്യമല്ലെങ്കിൽ ജോലി രാജിവെക്കാം. ജോലി ഒരു കാരണവശാലും രാജിവെക്കരുത്. ജോലി സ്ഥലത്തിനടുത്ത് വീടെടുത്ത് താമസിക്കാം. കുഞ്ഞില്ലാതെ ജീവിതത്തിന് പൂർണ്ണതയില്ല. എങ്ങനെയെങ്കിലും ജീവിതശൈലിയിൽ മാറ്റം വരുത്തുവാൻ സമയം കണ്ടെത്തണം. ഇങ്ങനെ ഒരുപാട് അഭിപ്രായങ്ങൾ പലരും രേഖപ്പെടുത്തി. അതുകൂടാതെ ഇതിന് സമാനമായ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന പല സ്ത്രീകളും അവരുടെ വിഷമങ്ങളും പങ്കുവച്ചു. ഇവരിൽ മിക്കവരും ഏത് തീരുമാനം എടുക്കണം എന്നറിയാതെ വിഷമിക്കുന്നവരാണെന്നും പറഞ്ഞു. ഇനി ഇതിനെക്കുറിച്ച് എൻ്റെ അഭിപ്രായങ്ങളും കാഴ്ചപ്പാടും നിങ്ങളുമായി പങ്കുവയ്ക്കട്ടെ. ഒന്നാമതായി കണക്കിലെടുക്കേണ്ടത് സാമ്പത്തിക ഭദ്രതയും സാമ്പത്തിക ബാധ്യതയുമാണ്. കുടുംബം നോക്കാൻ നല്ല രീതിയിലല്ല, ഒരുവിധമെങ്കിലും കാര്യങ്ങൾ കഴിഞ്ഞു പോകാൻ നമ്മുടെ ജോലി കൂടിയേ തീരൂ എന്നൊരവസ്ഥയാണെങ്കിൽ ജോലി രാജിവെക്കുക എന്ന കാര്യത്തെപ്പറ്റി ആലോചിക്കാൻ പോലും നമുക്ക് പറ്റില്ല. എന്നിരുന്നാലും കുടുംബത്തിലെ മറ്റ് അംഗങ്ങളുടെ സഹായവും സഹകരണവും സപ്പോർട്ടും എല്ലാം ഉണ്ടെങ്കിൽ നമ്മുടെ ജോലി ഭാരം വലിയ പരിധിവരെ നമുക്ക് കുറയ്ക്കുവാൻ പറ്റും. വീട്ടിലെ ജോലികളെല്ലാം എല്ലാവരും ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ചെയ്യുക. അതുകൂടാതെ കാശ് കൊടുത്ത് ആരെങ്കിലും ഏൽപ്പിച്ച് പറ്റാവുന്ന ജോലികളെല്ലാം അവരെ കൊണ്ട് ചെയ്യിക്കുവാൻ വേണ്ടി ശ്രമിക്കാം. അതിനായി കുറച്ച് കാശ് ചിലവായി പോയാലും സാരമില്ല. അങ്ങനെയായാൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് കുറച്ചെങ്കിലും സമയം കണ്ടെത്തുവാൻ നമുക്ക് സാധിക്കും. നമ്മുടെ ഡയറ്റ്, എക്സസൈസ് ഇവയെല്ലാം ശ്രദ്ധിക്കുവാനും കുറച്ചുകൂടി സമയം കിട്ടും. രണ്ടാമതായി കണക്കിലെടുക്കേണ്ടത് ജോലി ഗവൺമെൻറ് തലത്തിലാണോ അല്ല പ്രൈവറ്റ് സ്ഥാപനത്തിലാണോ എന്നതാണ്. ഗവൺമെൻറ് ജോലി ആണെങ്കിൽ രാജിവെക്കുന്നത് മണ്ടത്തരമാണ്. ശമ്പളമില്ലാത്ത ദീർഘകാല അവധി കിട്ടുമെങ്കിൽ അതെടുക്കുവാൻ ശ്രമിക്കാം. അങ്ങനെ കിട്ടില്ലെങ്കിൽ ചികിത്സയ്ക്കായി ഇടയ്ക്ക് പറ്റുമ്പോൾ ലീവ് എടുക്കുവാൻ ശ്രമിക്കാം. ഇനി ചികിത്സയ്ക്കായി ലീവ് എടുക്കുവാൻ പറ്റിയില്ലെങ്കിൽ ലീവ് എപ്പോഴാണോ കിട്ടുന്നത് ആ സമയത്ത് നമുക്ക് ചികിത്സ പ്ലാൻ ചെയ്യാം. പ്രൈവറ്റ് സ്ഥാപനത്തിലാണ് ജോലി ചെയ്യുന്നതെങ്കിൽ തീരുമാനമെടുക്കാൻ കുറച്ചുകൂടി ബുദ്ധിമുട്ടാണ്. ബാക്കി ഘടകങ്ങളെല്ലാം കണക്കിലെടുത്ത് വേണം തീരുമാനത്തിലെത്താൻ. ഒന്നാമത്തെ ഘടകം ഞാൻ പറഞ്ഞു കഴിഞ്ഞു, നമ്മുടെ സാമ്പത്തിക ബാധ്യത എത്രത്തോളം ഉണ്ട് എന്നത്. ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് ഞാൻ വഴിയെ വരാം. മൂന്നാമതായി കണക്കിലെടുക്കേണ്ടത് നമ്മുടെ പൊതുവായിട്ടുള്ള ആരോഗ്യം, നമുക്കുള്ള വിവിധ ആരോഗ്യ പ്രശ്നങ്ങൾ, അവയുടെ രൂക്ഷത ഇവയെല്ലാമാണ്. പകലില്ലാതെ കഷ്ടപ്പെട്ട് നമ്മുടെ ജോലിയും നമ്മുടെ വീടുമെല്ലാം ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റാതെ മാനസികമായും ശാരീരികമായും ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിച്ച് അതിനുവേണ്ടി ഒരുപാട് പൈസ ചിലവാക്കേണ്ടി വന്നാൽ അതിലെന്താണ് കാര്യമുള്ളത്? അത് ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്, അല്ലേ? നാലാമത് കണക്കിലെടുക്കേണ്ടത് പ്രായമാണ്. സ്ത്രീകൾക്ക് ഗർഭധാരണത്തിന് ഏറ്റവും അനുയോജ്യമായ പ്രായം 30 വയസ്സിന് താഴെയാണ്, പ്രത്യേകിച്ചും ആദ്യത്തെ ഗർഭധാരണത്തിനെങ്കിലും. പലവിധ കാരണങ്ങളാൽ 2-3 വയസ്സ് കൂടിയാലും തെറ്റില്ല, ബാക്കി പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലെങ്കിൽ. എന്നാൽ ജോലിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് കുട്ടികളുടെ കാര്യമെല്ലാം മാറ്റിവെക്കുകയാണെങ്കിൽ പ്രായം കൂടി വരുന്തോറും കുട്ടികൾ ഉണ്ടാകുവാനുള്ള സാധ്യത കുറയുമെന്ന് മാത്രമല്ല, വൈകല്യങ്ങളുള്ള കുട്ടികൾ ഉണ്ടാകുവാനുള്ള സാധ്യതയും ഏറി വരും. അതുപോലെ പ്രായം കൂടി വരുമ്പോൾ നമുക്കുണ്ടാകാവുന്ന പലവിധ വേറെ ആരോഗ്യ പ്രശ്നങ്ങളും ഈ ഗർഭകാലത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയേക്കാം. അഞ്ചാമതായി കണക്കിലെടുക്കേണ്ടത് നമുക്ക് ജോലിയിൽ നിന്നും ലഭിക്കുന്ന ചാരിതാർത്ഥ്യമാണ്. സാമ്പത്തിക ഭദ്രതയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ജോലി നമുക്ക് എത്രത്തോളം ഇഷ്ടപ്പെട്ടതാണ്, അത് ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ നേടിയെടുത്തു എന്നുള്ള പ്രതീതി നമുക്ക് എത്രത്തോളം കിട്ടുന്നു, ഈ കാര്യങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. മിക്കവർക്കും അവർ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ സ്വപ്നം കാണുന്ന ജോലിയല്ല കിട്ടുന്നത്. കിട്ടിയ ജോലിയുമായി എങ്ങനെയെങ്കിലും പൊരുത്തപ്പെട്ടു പോവുക എന്നൊരു കാര്യമാണ് നമ്മൾ മിക്കവരും ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ നല്ല ചാരിതാർത്ഥ്യവും നമുക്കൊരു സെൻസ് ഓഫ് ഇൻഡിപെൻഡൻസും സെൻസ് ഓഫ് അച്ചീവ്മെൻറ്റും എല്ലാം തരുന്ന ജോലി ഉപേക്ഷിക്കുക എന്ന കാര്യം ചിന്തിക്കുവാൻ പോലും ബുദ്ധിമുട്ടാവും. തീർച്ചയായിട്ടും അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത് വളരെയധികം ബുദ്ധിമുട്ട് തന്നെയാണ്. ഈ സമയത്ത് ചില കാര്യങ്ങൾ നമ്മൾ ആഴത്തിൽ ചിന്തിക്കേണ്ടതുണ്ട്, അവനവനോട് സ്വയം ചോദിക്കേണ്ടതായിട്ടുമുണ്ട്. കുഞ്ഞുണ്ടാകുവാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്, ഏതെങ്കിലുമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം ശരിയാക്കിയിട്ട് വേണം അതിനായി മുതിരാൻ എന്നൊക്കെയുള്ള ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നല്ലപോലെ ഉണ്ടെങ്കിൽ താൽക്കാലികമായിട്ടെങ്കിലും ജോലിക്ക് 2ാം സ്ഥാനം കൊടുക്കേണ്ടതായിട്ട് വരും.
ഒരു കാര്യം ആലോചിക്കുക, ഈ ഒരു ഓപ്ഷൻ നമ്മൾ സ്ത്രീകൾക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ. പുരുഷന്മാർക്ക് ജോലിയുടെ സ്ട്രെസ്സോ വേറെ ഏതെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ട് പലവിധ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായാലും അവർക്കൊരിക്കലും ജോലി രാജിവെച്ചോ അല്ലെങ്കിൽ ജോലി നിർത്തിവെച്ചോ വീട്ടിലിരിക്കാൻ പറ്റില്ല. പറ്റുമോ? എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ജോലി തുടർന്ന് കൊണ്ടുപോവുക തന്നെ ചെയ്യേണ്ടി വരും. സ്ത്രീകൾക്ക് ആ ഒരു ഭാഗ്യമുണ്ട്, ആ ഒരു അവസരം വിനിയോഗിക്കാൻ പറ്റും. അത് നമ്മൾ ബുദ്ധിപൂർവം സമയോചിതമായി ഉപയോഗിക്കാൻ പറ്റിയാൽ നല്ലത്. കുഞ്ഞുങ്ങളൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, ബാക്കി കാര്യങ്ങൾക്കാണ് നമുക്ക് കൂടുതൽ പ്രാധാന്യമുള്ളത് എന്നുണ്ടെങ്കിൽ അതനുസരിച്ച് തീരുമാനമെടുക്കാം. ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഓരോന്നിനായിരിക്കുമല്ലോ പ്രാധാന്യം. ഒന്നും തെറ്റാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അവരവരുടെ ജീവിതത്തിൽ ഏതാണോ പ്രാധാന്യം അതനുസരിച്ച് തീരുമാനമെടുക്കുവാൻ ശ്രദ്ധിക്കണം. ജോലി സംബന്ധമായിട്ടുള്ള സമ്മർദ്ദം കാരണം കുഞ്ഞുങ്ങൾ ഉണ്ടാകുവാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് തീരുമാനമെടുത്തേ പറ്റൂ. ചില കോംപ്രമൈസ് ഒക്കെ ജീവിതത്തിൽ പലപ്പോഴുമായി നമ്മൾ ചെയ്യേണ്ടതായി തന്നെ വരും. ഇനി ജോലി ഇപ്പോൾ വേണ്ട എന്ന് വെക്കുകയാണെങ്കിൽ ഭാവിയിൽ ഇതുപോലെ ഒരു നല്ല ജോലി കിട്ടിയില്ലെങ്കിലോ, അതുപോലെ കുറച്ചു കാലം ഈ രംഗത്ത് നിന്നും വിട്ടു നിന്നാൽ പിന്നീട് നമുക്ക് പിടിച്ചു കയറുവാൻ പറ്റിയില്ലെങ്കിലോ, നമ്മൾ പിന്നോക്കം പോയാലോ, ഈ വക ഭയങ്ങൾ ന്യായമായും എല്ലാവർക്കും ഉണ്ടാകാം. ഒരുപാട് വർഷങ്ങൾ പഠനത്തിനും അതുപോലെ ജോലി സംബന്ധമായ എക്സ്പീരിയൻസ് എല്ലാം ലഭിക്കുവാനായി നീക്കി വെച്ച ശേഷം ഈ ഒരു അവസ്ഥ നേരിടേണ്ടി വരിക എന്നത് പലർക്കും ഒരു വിഷമം തന്നെ ആയിരിക്കും. എന്നാൽ ആ ഒരു റിസ്ക് നമ്മൾ ചിലപ്പോഴെങ്കിലും എടുക്കേണ്ടതായി തന്നെ വരും. പിന്നെ കുറച്ചു കാലം വിട്ടു നിന്നാൽ നമുക്ക് പിന്നീട് മുന്നോട്ട് വന്ന് ശോഭിക്കുവാൻ പറ്റില്ല എന്ന ഒരു ഭയം അസ്ഥാനത്ത് തന്നെയാണ്. കുറച്ച് നമ്മൾ മനസ്സ് വെക്കുകയാണെങ്കിൽ, കുറച്ച് ബന്ധപ്പെട്ടിട്ടാണെങ്കിലും ട്രാക്കിലേക്ക് തീർച്ചയായിട്ടും വരാൻ പറ്റും എന്ന് തന്നെയാണ് ഞാൻ എൻ്റെ അനുഭവം കൊണ്ട് പറയുന്നത്. ചിലപ്പോൾ കുറച്ച് കാലതാമസം വന്നേക്കാം, എന്നാൽ നമ്മൾ ഒരിക്കലും മറ്റുള്ളവരുമായി നമ്മെ താരതമ്യപ്പെടുത്തി നോക്കേണ്ട ഒരാവശ്യമില്ല. നമ്മുടെ ജീവിതം അതിൻ്റെതായ താളത്തിൽ പോയാൽ മതി. അങ്ങനെ വിചാരിക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. ആറാമതായി നമുക്ക് ആലോചിക്കാവുന്നത്, ജോലി മുഴുവനായി ഉപേക്ഷിക്കാതെ വീട്ടിലിരുന്ന് ചെയ്യുവാൻ പറ്റുന്ന ജോലി, അല്ലെങ്കിൽ ഓൺലൈൻ ജോലി, അല്ലെങ്കിൽ പാർട്ട് ടൈം ജോലി, ഇവയേതെങ്കിലും താൽക്കാലികമായിട്ടെങ്കിലും ചെയ്താലോ എന്നതാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എൻഗേജ്ഡ് ആയിരിക്കും. അങ്ങനെ ആകുമ്പോൾ ടെൻഷനൊക്കെ വരുന്നത് കുറയും. മാത്രമല്ല കുറച്ചൊക്കെ വരുമാനം ലഭിക്കുകയും ചെയ്യും. ഇനി നമുക്ക് പഠിച്ച ജോലിയോ അല്ലെങ്കിൽ നമുക്ക് എക്സ്പീരിയൻസ് ഉള്ള ജോലിയോ തന്നെ ചെയ്യണമെന്ന് ഒരു നിർബന്ധവുമില്ല. എന്ത് വേണമെങ്കിലും പഠിച്ച് എന്ത് വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതും അറിവ് ലഭിക്കുന്നതുമെല്ലാം ഒരിക്കലും ഒരു വേസ്റ്റ് ആവില്ല. ആകുമോ? ഇങ്ങനെ ചെയ്താൽ ആരോഗ്യം സംരക്ഷിക്കുവാനും അതുപോലെ കുഞ്ഞുണ്ടാകുവാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യുവാനും എല്ലാം നമുക്ക് സമയം കിട്ടുകയും ചെയ്യും. ഇങ്ങനെയൊക്കെ കൃത്യമായി ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കുക എന്നത് എളുപ്പമുള്ളൊരു കാര്യമൊന്നുമല്ല. മനസ്സിൽ ധാരാളം വടംവലി നടക്കും, ഒരുപാട് സംശയങ്ങൾ തലപൊക്കും. എന്നിരുന്നാലും തക്കതായ സമയത്ത് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കുവാൻ ശ്രമിക്കുന്നതല്ലേ നല്ലത്. അതിനായി ഇങ്ങനെ ഒരു തുറന്ന ഫോറത്തിൽ നമുക്ക് പരിചയമില്ലാത്തവരുടെ അഭിപ്രായങ്ങളും വീക്ഷണങ്ങളും ഒക്കെ അറിയാൻ പറ്റിയാൽ അത് ചിലപ്പോൾ നമുക്ക് ഒരു തീരുമാനം എടുക്കുവാൻ സഹായമായിരിക്കും. അതിനായി നമുക്ക് ഈ കമ്മ്യൂണിറ്റിയിൽ അവസരങ്ങൾ ഒരുക്കിക്കൂടെ? ഈ കാര്യത്തെക്കുറിച്ച് മാത്രമല്ല, വേറെ പല കാര്യങ്ങളെക്കുറിച്ചും നമുക്കിവിടെ ചർച്ച ചെയ്തുകൂടെ? പല സമസ്യകളെക്കുറിച്ചും. അങ്ങനെ പലരുടെയും അഭിപ്രായങ്ങളും പലരുടെ വീക്ഷണങ്ങളും എല്ലാം അറിഞ്ഞാൽ പലർക്കും ഒരു നല്ല തീരുമാനം പല കാര്യങ്ങളിലും എടുക്കുവാൻ എളുപ്പമായിരിക്കുമല്ലോ, അല്ലേ? എനിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം അനുഭവത്തിലൂടെ അറിഞ്ഞതാണെങ്കിലും വായിച്ചറിഞ്ഞതാണെങ്കിലും കേട്ടറിഞ്ഞതാണെങ്കിലും എല്ലാ കാര്യങ്ങളും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുവാൻ എനിക്ക് വളരെയധികം സന്തോഷമേ ഉള്ളൂ. എനിക്കതിനു വേണ്ടി സമയം ചിലവാക്കുന്നതിൽ ഒരു മടിയുമില്ല. അപ്പോൾ ഈ ചോദ്യം ആദ്യം ചോദിച്ച ആ കുട്ടിയും അതുപോലെ ഈ ഒരു സമസ്യയിലൂടെ കടന്നു പോകുന്ന മറ്റനവധി സ്ത്രീകളും, ഒരുപാട് പേർ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ അതിനെക്കുറിച്ച് തന്നെ എഴുതിയിട്ടുണ്ട്. ഇവർക്കൊക്കെയും നല്ല തീരുമാനങ്ങൾ എടുക്കുവാൻ പറ്റുമാറാകട്ടെ. ജോലിയെല്ലാം കളഞ്ഞ് വീട്ടിൽ വെറുതെ ഇരിക്കുക എന്നതല്ല എപ്പോഴും നല്ല ഒരു പരിഹാരം. വെറുതെ വീട്ടിൽ ഇരുന്നത് കൊണ്ട് മാത്രം കാര്യമില്ല. വീട്ടിലിരുന്ന് ഫുൾ ടൈം ടെൻഷൻ അടിച്ച് ഡിപ്രഷൻ ആയിരുന്നത് കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? എല്ലാ കാര്യങ്ങളും ആലോചിച്ച് നല്ല തീരുമാനത്തിലെത്താൻ നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റുമാറാകട്ടെ. ഒന്ന് ഓർക്കുക, തെറ്റായ തീരുമാനമാണ് ഇത്, ശരിയായ തീരുമാനമാണ് ഇത് എന്നൊന്നില്ല. ഏത് തീരുമാനം എടുക്കുകയാണെങ്കിലും അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുക്കുവാൻ നമ്മൾ തയ്യാറാകണം. അതിൻ്റെ വരും വരായികളും അതിൻ്റെ അനന്തരഫലങ്ങളുമെല്ലാം നേരിടുവാനും നമ്മൾ തയ്യാറായിരിക്കണം. അത്ര മാത്രമേ ഉള്ളൂ. അതുപോലെ നമ്മൾ വേറൊരു കാര്യം ഓർക്കേണ്ടത്, നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ തുടരുകയാണെങ്കിൽ അതേപോലത്തെ റിസൾട്ടേ കിട്ടുകയുള്ളൂ. നമുക്ക് വ്യത്യാസമായ ഒരു റിസൾട്ട് കിട്ടണമെങ്കിൽ നമ്മൾ കാര്യങ്ങൾ കുറച്ച് മാറ്റി ചെയ്യേണ്ടതായിട്ടുണ്ട്. അതെന്താ വേണ്ടതെന്ന് ആലോചിച്ച് ചെയ്യുക. അതിനുള്ള സാമാന്യ ബുദ്ധി നമുക്ക് എല്ലാവർക്കും ഉണ്ട് എന്ന് വിശ്വസിക്കാൻ തന്നെയാണ് എനിക്ക് ആഗ്രഹം.
അപ്പോൾ ഇവിടെ നിന്നും കിട്ടിയ ആശയങ്ങൾ എല്ലാവരുമായി പങ്കുവെക്കുക. അതിനായി ഈ വീഡിയോ ലിങ്ക് എല്ലാവർക്കും അയച്ചു കൊടുക്കുക. വീണ്ടും മറ്റൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ വരുന്നത് വരെ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും ശാന്തിയും സന്തോഷവും ആരോഗ്യവും സമാധാനവും എല്ലാം നേരുന്നു.